മടവൂർ ഗാഫില എന്ന യൂട്യൂബ് ചാനലിലൂടെ ആത്മീയ പ്രഭാഷണം നടത്തി വന്ന മലപ്പുറം ചട്ടിപ്പറമ്പിൽ സിറാജുദ്ദീൻ എന്ന ആളുടെ ഭാര്യ പ്രസവത്തിനിടെ മരിച്ചെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിറാജുദ്ദീന്റെ നിർബന്ധപ്രകാരം വീട്ടിലെ പ്രസവത്തിനിടയിലാണ് ഇയാളുടെ ഭാര്യ പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മ മരണപ്പെട്ടത്. മരണമെന്ന നിലയ്ക്ക് നിസ്സാരമായി വിശേഷിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമല്ല നടന്നിരിക്കുന്നത്. ആ സ്ത്രീയെ അക്ഷരാർത്ഥത്തിൽ കൊലക്ക് കൊടുക്കുകയായിരുന്നു. 5ാമത്തെ പ്രസവത്തിലാണ് അസ്മ മരണപ്പെട്ടത്. ഭാര്യയുടെ മരണത്തിന് പിന്നാലെ അക്കാര്യം ആരെയും അറിയിക്കാതെ ആംബുലൻസ് ഡ്രൈവറെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അസ്മയുടെ മൃതദേഹം സിറാജുദ്ദീൻ അതായത് അസ്മയുടെ ജന്മനാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ഈ വിവരം പോലീസിൽ അറിഞ്ഞതോടെയാണ് അവരിടപെടുകയും ഈ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തത്. അത്യന്തം ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത തന്നെയാണ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. വേദന കൊണ്ട് പുകഞ്ഞ ഇവർ ആശുപത്രിയിലേക്ക് പോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അത് അനുവദിക്കാതെ വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത്യന്തം ക്രൂരമായ സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്ന ഈ കാര്യം. ഈ സ്ത്രീ ഒരു രക്തസാക്ഷിയാണ്. മതവിശ്വാസത്തെ കൂട്ടുപിടിച്ച് ശക്തമാകുന്ന അശാസ്ത്രീയ ചികിത്സാ രീതികളുടെ ഇരയാണ് ഈ സ്ത്രീ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകളെ വേദിയിൽ നിരത്തി നിർത്തിക്കൊണ്ട് അവരെ ആദരിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. വീട്ടിൽ പ്രസവിച്ചു എന്ന മഹത്തായ കാര്യം ചെയ്തതിനാണ് ഇവരെ ഇങ്ങനെ കൂട്ടത്തോടെ ആദരിച്ചത്. മതപരമായ കാരണങ്ങൾ മുതൽ പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാർ വീട്ടിലല്ലേ പ്രസവിച്ചത് എന്നതുവരെയുള്ള ന്യായീകരണങ്ങൾ അതിന്റെ കമന്റുകളായി വന്നു. വീട്ടിൽ പ്രസവിച്ച കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നൊരു വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരോ അഭിപ്രായം രേഖപ്പെടുത്തിയത് മുമൃഗങ്ങളൊന്നും ആശുപത്രിയിൽ പോയി അല്ലല്ലോ പ്രസവിക്കുന്നത് എന്നാണ്. അപ്പോൾ മനുഷ്യൻ വീട്ടിലും പ്രസവിക്കാം എന്നുള്ളതാണ് ന്യായീകരണം. എന്തായാലും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വ്യാപകമാകുന്ന അശാസ്ത്രീയ ചികിത്സ, വാക്സിൻ വിരുദ്ധത, ഇക്കാര്യങ്ങളെയെല്ലാം മതവിശ്വാസവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു രീതി, ഇതെല്ലാം ഇതിങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹിജാമ, അക്യുപങ്ക്ചർ, യുനാനി, ന്യൂറോപ്പതി, നാച്ചുറോപ്പതി, പ്രവാചക വൈദ്യം, അറബിക് വൈദ്യം എന്നിങ്ങനെ വായിൽ കൊള്ളാവുന്ന പേരുകളൊക്കെ ഉള്ള ഒരുപാട് ശാസ്ത്രീയ അടിത്തറയൊന്നും ഇല്ലാത്ത വൈദ്യശാസ്ത്ര രീതികൾ കേരളത്തിലെ മുസ്ലിം പ്രദേശങ്ങളിൽ ഇങ്ങനെ വ്യാപകമാവുകയാണ്. വാക്സിൻ വിരുദ്ധത ഇതിന്റെയൊക്കെ ഭാഗമായി ഏറെക്കാലമായി മലപ്പുറത്തൊക്കെ വ്യാപിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 2017 നടന്ന MR വാക്സിനേഷൻ ഡ്രൈവിന്റെ കവറേജ് നോക്കുക. കേരളത്തിൽ ആകെ മികച്ച പ്രതികരണം ഉണ്ടായപ്പോൾ മലപ്പുറം വാക്സിനേഷൻ ഡ്രൈവിന്റെ കവറേജ് 21% മാത്രമായിരുന്നു. 2020 ജനുവരിയിൽ നടന്ന പോളിയോ വാക്സിനേഷൻ യജ്ഞത്തിൽ കേരളത്തിന്റെ റെസ്പോൺസ് റേറ്റ് 80% ഇടുക്കി, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം ജില്ലകളുടെ റെസ്പോൺസ് റേറ്റ് 90%. മറ്റ് സംസ്ഥാനങ്ങളിലോ ജില്ലകളിലോ ഉള്ള കുഞ്ഞുങ്ങൾ, വിദേശത്ത് പോയവർ, യാത്രകൾ ഉൾപ്പെടെയുള്ള മറ്റു കാരണങ്ങളാൽ വിട്ടുപോകുന്നവരൊക്കെയാണ് പൊതുവെ ഈ ബാക്കി വരുന്ന 10% വരുന്നത്. അതായത് ഒരു നെഗ്ലിജിബിൾ നമ്പർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ ധാരാളം രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വാക്സിൻ നൽകാനായി കൊണ്ടുവന്നില്ല. മലപ്പുറത്ത് വെറും 46% കുട്ടികൾക്ക് മാത്രമാണ് വാക്സിൻ നൽകിയത്. അതായത് പകുതിയിലധികം കുട്ടികൾക്കും വാക്സിൻ നൽകിയില്ല. ഇത് സംബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസേർഡ് ബുദ്ധിജീവികൾ വരെ അന്ന് രംഗത്തിറങ്ങിയിരുന്നു. വാക്സിൻ നൽകണോ വേണ്ടയോ എന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് വരെ ഇവർ കാച്ചിക്കളഞ്ഞു. വാക്സിൻ എടുക്കുക എന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണെന്നും വാക്സിൻ എടുക്കാത്തത് മറ്റുള്ളവരുടെ ജീവനും അതുപോലെ ആരോഗ്യത്തിനും ഭീഷണിയാണെന്നും ഒക്കെയുള്ള വളരെ ബേസിക് ആയുള്ള വാദങ്ങളൊന്നും തന്നെ ഇവർക്ക് ബാധകമായിരുന്നില്ല. മലപ്പുറത്തെ വാക്സിൻ വിരുദ്ധത എന്ന കാര്യത്തെ പ്രതിരോധിക്കാൻ വരുന്നവർ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന ഒരു വാദം അല്ലെങ്കിൽ ഒരു ന്യായം അവിടുത്തെ ഉയർന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ കണക്കുകളാണ്. അതെങ്ങനെ ഉണ്ടായി? വിദേശത്ത് പോകാൻ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലൊക്കെ പോകാൻ വാക്സിൻ നിർബന്ധമാക്കപ്പെടുകയും തൊട്ടടുത്ത സംസ്ഥാനത്ത് പോകാൻ പോലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ വേണ്ട സാഹചര്യം അനിവാര്യമാവുകയും ചെയ്തതോടെ വാക്സിൻ എടുക്കാൻ ഇവർ നിർബന്ധിതരാക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ സാമൂഹ്യ ബോധവും ശാസ്ത്രാവബോധവും ഒന്നും കൊണ്ടല്ല എന്നത് വ്യക്തമാണ്. പൊതുവെ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന ആളുകൾ, അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും തന്നെ ഈ കണക്കുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുകളൊന്നും ഒരു വിഷയമേ അല്ല. മതം, സാഹിത്യം, ഇച്ചിരി വാക്സാമർത്ഥ്യം ഇത് മാത്രം മതി. വാക്സിനേഷനിലൂടെ ലോകത്ത് നിന്ന് പല മാരകമായ അസുഖങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുവഴി ലക്ഷക്കണക്കിന് ജീവനും ജീവിതവും നഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട്. ഇതിനെല്ലാം കണക്കുകൾ ഒരു ഗൂഗിൾ സെർച്ച് അല്ലെങ്കിൽ ഒരു AI ചോദിച്ചാൽ തന്നെ അവൈലബിൾ ആണ് ഈ കാലത്ത്. പണ്ടത്തെ വീട്ടിലെ പ്രസവത്തിന്റെ മഹാത്മ്യവും അതുപോലെ തന്നെ
ഹോസ്പിറ്റലുകൾ വന്നതിന് ശേഷമുള്ള നവജാത ശിശു മരണനിരക്കുകളും അതിനു മുൻപത്തെ കണക്കുകളുമൊക്കെ നമുക്ക് ലഭ്യമാണ്. ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കൊണ്ട് ഒരു സ്ത്രീ പ്രസവ സമയത്ത് മരിച്ചുവെന്നും എന്റെ അമ്മൂമ്മ 10 കുട്ടികളെ വീട്ടിൽ പ്രസവിച്ചിട്ടും ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ജീവനോടെ ഉണ്ട് എന്നുമൊക്കെ തള്ളിമറിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊന്നും നോക്കണം. പ്രസവത്തിൽ മരിക്കുന്ന കുട്ടികളും അമ്മമാരുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന കാലത്ത് 10 പെറ്റ ഉമ്മ 15 പെറ്റ അമ്മ ഒക്കെ ഒരു അത്ഭുതമായി പറയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലരുടെയും അപ്പൂപ്പന്മാരുടെയൊക്കെ ആദ്യ ഭാര്യ പ്രസവത്തിൽ മരിക്കുകയും അപ്പൂപ്പന് നിരവധി സഹോദരങ്ങൾ ജനിച്ചതിന് പിന്നാലെ മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ സ്വന്തം കുടുംബത്തിലോ അതുപോലെ അയൽ വീട്ടിലോ നാട്ടിലോ ഒക്കെ ഒന്ന് തിരഞ്ഞാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്തായാലും വീട്ടിലെ പ്രസവവും വാക്സിൻ വിരുദ്ധതയും ഒക്കെ കൂടി നമുക്ക് സമ്മാനിച്ച ഒരു രക്തസാക്ഷിയാണ് ഈ സിറാജുദ്ദീൻ ഉസ്താദിന്റെ ഭാര്യ അസ്മ. മുസ്ലിം സ്ത്രീകൾ അമുസ്ലിങ്ങളായ ഡോക്ടറെ കാണരുത് എന്ന പണ്ടത്തെ ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ട് അതൊക്കെ ദീനിന്റെ കാര്യമാണെന്ന് നിസാരവൽക്കരിച്ചവർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് അത്രമാത്രം അപകടകരമായ ഒരു ആശയമായിരുന്നു എന്ന്. മതപരമായ പ്രവാചക വൈദ്യം പോലുള്ള ചികിത്സാ രീതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഈ അപകടത്തിന്റെ ആക്കം കൂട്ടി. AP അബൂബക്കർ ഉസ്താദിന്റെ മർക്കസ് നോളജ് സിറ്റിയിൽ യുനാനിയും നാച്ചുറോപ്പതിയും ഒക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവരെല്ലാം കൂടിയാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഗർഭിണിയായി കഴിഞ്ഞാൽ 36 ആഴ്ചകൾ അക്യുപങ്ചർ ചെയ്താൽ സുഖപ്രസവം നടത്താം എന്നൊക്കെ പരസ്യ ക്യാമ്പയിനുകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. SSLCക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റുന്നതിനെ കുറിച്ച് എതിരഭിപ്രായം പറയുന്ന ഒരു സമുദായത്തിലെ സ്ത്രീകളെയാണ് വീട്ടിൽ പ്രസവിച്ചെന്നും പറഞ്ഞ് സ്റ്റേജിൽ കയറ്റി അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അക്യുപങ്ചർ പ്രസവം എന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ഭ്രൂണാവസ്ഥയിൽ തന്നെ കുട്ടിയുടെ വളർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനം ഇന്ന് ഏതൊരു ചെറിയ ക്ലിനിക്കിൽ പോലും ഒരു ചെറിയ ഗ്രാമത്തിൽ പോലും കേരളത്തിൽ ലഭ്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ആശുപത്രിയുടെ മുന്നിൽ റോഡിൽ കൂടി വാഹനത്തിൽ കൂടി പോലും പോകാതെ അക്യുപങ്ചർ പ്രസവം നടത്തുന്നത്. അക്യുപങ്ചർ വഴി കുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ഭ്രൂണാവസ്ഥയിൽ കുട്ടിയുടെ ആരോഗ്യം എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ആ മേഖലയിൽ ആരെങ്കിലും ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. പട്ടി ഗർഭിണിയായാൽ സ്കാൻ ചെയ്യാറുണ്ടോ, കുരങ്ങൻ സിസേറിയൻ ചെയ്യാറുണ്ടോ എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നവനോട് തർക്കത്തിനില്ലെന്ന് ഞാൻ ആദ്യമേ തുറന്നു സമ്മതിക്കുന്നു. എന്തായാലും ഇനി വേറൊരു പരിപാടിയുണ്ട്. ശരീരത്തിൽ അശുദ്ധ രക്തം ഒഴുക്കിക്കളയുന്ന ഒരു പരിപാടി, അതായത് ഹിജാമ, കൊമ്പ് വെക്കൽ അല്ലെങ്കിൽ കപ്പിംഗ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ശരീരത്തിൽ അശുദ്ധ രക്തം എന്നോ ഒന്നില്ല എന്നതാണ് ശാസ്ത്രീയമായ സംഗതി. ഓക്സിജൻ വഹിക്കാത്ത രക്തമാണ് അശുദ്ധ രക്തം എന്ന പ്രൈമറി സ്കൂൾ നോളജ് വെച്ചാണ് ഇവരുടെ ഈ വാദങ്ങളൊക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള രക്തം ഒഴുക്കിക്കളയുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണം? ഒരു സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കിയാണ് രക്തം ഒഴുക്കിക്കളയുന്നത്. അശുദ്ധ രക്തം കണ്ടെത്തി അവിടെ മുറിവുണ്ടാക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്ക്? ശുദ്ധ മണ്ടത്തരമാണത്. പ്ലാസിബോ എഫക്റ്റ് കാരണം രോഗം മാറിയെന്ന തോന്നൽ ഉണ്ടാകുന്ന ചില മണ്ടന്മാർ ദിവ്യാത്ഭുത രോഗശാന്തിയിലെ സാക്ഷ്യം പറച്ചലുകാരെ പോലെ എത്തി ഹിജാമ ചെയ്തപ്പോൾ എന്റെ രോഗം മാറിയെന്നൊക്കെ അങ്ങ് തള്ളുകയാണ്. ഹിജാമ നല്ലതാണെന്ന് പറയും, അത്രേ ഉള്ളൂ കാര്യം. ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുമില്ല. ഹിജാമ വഴി രക്തം കളയുന്നത് ഗുരുതരമായ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. ശാസ്ത്രീയമായ വിജ്ഞാനമോ സൗകര്യങ്ങളോ ഉള്ള കക്ഷികളൊന്നുമല്ല, ക്ലിനിക്കുകളൊന്നുമല്ല ഈ പരിപാടി നടത്തുന്നത്. ഒരു മസാജിങ് ടേബിൾ, കുറച്ച് കപ്പുകൾ, സർജിക്കൽ ബ്ലേഡ്, പിന്നെ ഒരു വാക്വം പമ്പ്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പണി നടത്താം. സ്റ്റെറിലൈസേഷൻ എന്ന സംഗതിയെക്കുറിച്ചൊന്നും ഇതിന്റെ നടത്തിപ്പുകാർക്ക് ഒരു ധാരണയുമില്ല. ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കലാണ് മിക്ക സ്ഥലത്തും സ്റ്റെറിലൈസേഷൻ. ഹെപ്പറ്റൈറ്റിസ് B, C അതല്ലെങ്കിൽ എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ പകരാൻ ഇനി വേറെ വഴിയൊന്നും വേണ്ട. ഉണ്ടാക്കുന്ന മുറിവിന് 1-2 മില്ലിമീറ്റർ ആഴമുണ്ടായാൽ തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാവാം. പ്രത്യേകിച്ച് രക്തം കട്ട പിടിക്കുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അത്തരം കണ്ടീഷനുകളൊന്നും ഇല്ലെന്ന് ലാബ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല ഈ കപ്പിംഗ് എന്ന പരിപാടി നടത്തുന്നത്. മറ്റൊരു പ്രശ്നം, ഇങ്ങനെ മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ അതുവഴി ഉണ്ടാകാവുന്ന അണുബാധകളാണ്. അത് ഉയർന്ന സാധ്യതയാണുള്ളത്. ഇനി അടുത്ത ഒരു വലിയ ദുരന്ത വാർത്ത വരാൻ പോകുന്നത് മിക്കവാറും ഈ ഒരു മേഖലയിൽ നിന്നുമായിരിക്കും. എന്തായാലും മതവിശ്വാസത്തിന്റെ മറവിൽ ഇത്തരം അശാസ്ത്രീയ ചികിത്സാ ഗ്രൂപ്പുകൾ ഇങ്ങനെ തഴച്ചു വളർന്ന് ശക്തി പ്രാപിക്കുകയാണ്. ഇതിനെ തടയേണ്ടത് അനിവാര്യം തന്നെയാണ്. അസ്മയുടെ രക്തസാക്ഷിത്വം ഇതിന് കാരണമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.